ചുണ്ടുകൾക്ക് ആക്ച്വലി നല്ല നിറം ഉണ്ടായിരുന്നു. ഇപ്പോൾ കെയർ ചെയ്യാത്തത് കൊണ്ടും ലിപ്സ്റ്റിക് ഒരുപാട് യൂസ് ആക്കുന്നത് കൊണ്ടും പിഗ്മെൻറ്റേഷൻ ആയി പോയിട്ടുണ്ട്. നന്നായിട്ട് വരണ്ടിരിക്കുകയാണ്, ഒരുപാട് വരകൾ. പിന്നെ ഇപ്പോൾ തന്നെ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ നല്ല വരകൾ അറിയാൻ പറ്റുന്നുണ്ട്. ഡ്രൈ ആയിരിക്കുകയാണ്, ചാപ്ഡ് ആയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലർക്ക് വരണ്ട് പൊട്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനും ചുണ്ടുകൾ നല്ല സോഫ്റ്റ് ആവാനും നന്നായിട്ട് ഹീൽ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി റുട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെത്തേഡിൽ നമ്മുടെ ചുണ്ട് നല്ല സോഫ്റ്റായിട്ട് പിങ്ക് ലിപ്സാക്കി മാറ്റാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ നമ്മുടെ ചുണ്ടുകൾ പഴയതുപോലെ സോഫ്റ്റാക്കി പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റിയിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ അത് തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ്. ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ റുട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ചുണ്ടിന് ഓരോരോ നിറമായിരിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ ചുണ്ടുകൾ നല്ല സോഫ്റ്റ് ആകുക, നമുക്കുള്ള നാച്ചുറൽ ലിപ്സ് കിട്ടുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒട്ടും കെയർ ചെയ്യുന്ന ആളല്ല. ഈ ഒരു റുട്ടീൻ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒരു ബൗളിലോട്ട് എടുക്കാം. പഞ്ചസാര നമുക്ക് പൊടിച്ചിട്ടും എടുക്കാം, അല്ലാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. വേറെ ഒരു പ്രശ്നമില്ല. നല്ല സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാരയാണെന്ന് പറഞ്ഞ് ഭയങ്കര തരിയായിരിക്കും, ചുണ്ടല്ലേ പാവമല്ലേ പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ ജെൻറ്റിലായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റുട്ടീൻ ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒപ്പം കുറച്ച് തേൻ എടുക്കുന്നുണ്ട് കേട്ടോ. തേനൊക്കെ നമുക്ക് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്, പ്രത്യേകിച്ച് ചുണ്ടിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ ഒരു പഞ്ചസാരേൻ്റെ ഒപ്പമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ്. തേൻ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ നമുക്ക് ഇങ്ങനെയല്ലാതെ തന്നെ ചുണ്ടിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും സൂപ്പറായിട്ട് വർക്ക് ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ഇത് എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളിതിന് പകരമായിട്ട് നമുക്ക് കറിക്കൊക്കെ യൂസാക്കുന്ന മഞ്ഞളുണ്ടല്ലോ, അതെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി അതെടുത്തിട്ട് ഒരു പിഞ്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ചുണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഉള്ളിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റബിൾ അല്ലാത്ത ഒരു സാധനവും നിങ്ങൾ യൂസാക്കണ്ട. വിശ്വസിക്കാൻ കൊള്ളാവുന്ന നമ്മുടെ കഴിക്കാനൊക്കെ എടുക്കുന്ന മഞ്ഞൾ മാത്രം കുറച്ച് അല്പം ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് മാത്രം മതി, ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്ക്രബ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ചുണ്ടുകളിൽ വരൾച്ച അതുപോലെ തന്നെ മുറിവുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് വേണം നിങ്ങൾ സ്ക്രബ് ചെയ്യാനായിട്ട്, അല്ലാതെ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നന്നായിട്ട് ഡാമേജ് ആയിരിക്കുന്ന സ്കിന്നാണെങ്കിൽ ഈ ഒരു സ്ക്രബ് വെച്ച് ആദ്യം ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണല്ലോ നമുക്ക് നല്ല ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്ന് കിട്ടുള്ളൂ. ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനാണ് നമ്മൾ മഞ്ഞളൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് നിങ്ങൾ പാക്കായിട്ടല്ല യൂസ് ആക്കേണ്ടത്, സ്ക്രബായിട്ട് തന്നെയാണ്. ചുണ്ടിൽ അങ്ങനെ ഒരുപാട് സമയം ഒന്നും വെച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ജസ്റ്റ് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് നിങ്ങൾ മുഴുവനും കാണണം. കാര്യം സ്വന്തം ഇഷ്ടമുള്ളതുപോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ഞാൻ പറയുന്ന രീതിക്ക് കൃത്യമായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഓൾറെഡി പൊട്ടി മുറിഞ്ഞൊക്കെ ഇരിക്കുന്ന സ്കിന്നാണെങ്കിൽ, ചുണ്ടാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്ക്രബ് ചെയ്യരുത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം വെണ്ണ, നെയ്യ് അല്ലെങ്കിൽ വാസ്ലിൻ, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് ആ പൊട്ടിയിരിക്കുന്ന ചുണ്ടിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു സ്ക്രബ് യൂസ് ആക്കാനായിട്ട്. ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നമ്മുടെ പൊട്ടിയിരിക്കുന്ന ചുണ്ടിനെ ഈ ഒരു വാസലിനൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നെയ്യൊക്കെ യൂസ് ചെയ്ത് ഹീൽ ചെയ്ത് കൊണ്ടുവരിക. ഒരു ദിവസത്തിൽ ഒരു നേരം അപ്ലൈ ചെയ്താൽ ഹീലാവുകയൊന്നുമില്ല. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 തവണ ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾ വാസലിൻ അല്ലെങ്കിൽ നമ്മുടെ നെയ്യ്, വെണ്ണ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അതൊന്ന് ഹീലാവുള്ളൂ. അങ്ങനെ ഹീലായി നിങ്ങൾക്ക് ക്രാക്സ് ഒന്നും ഇല്ല, ചുണ്ടൊന്നും വരണ്ട് പൊട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഈ ഒരു സ്ക്രബ് പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. നല്ലൊരു മസാജ് എന്ന് പറയുമ്പോൾ ഒരയ്ക്കരുത്, ഒട്ടും തന്നെ ഒരയ്ക്കരുത്. പ്ലീസ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വെച്ച് ചെറിയൊരു മസാജ് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ, വളരെ പതിയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക.
വളരെ പതിയെ ജെൻറ്റിലായിട്ട് ഒരു മസാജ് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മസാജ് ഒരു 2 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ചെയ്യാനേ പാടില്ല. ഈ ഒരു മസാജ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്, അതായത് സ്ക്രബിങ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു 2 മിനിറ്റിൻ്റെ അലാറം വയ്ക്കുക. ടൈമർ ഫോണിൽ വയ്ക്കുക, അല്ലെങ്കിൽ ക്ലോക്കിൽ നോക്കുക. 2 മിനിറ്റ് ആകുന്ന സമയത്ത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇത് എല്ലാ ദിവസവും ചെയ്യാനൊന്നും നിൽക്കരുത്. ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് പഞ്ചസാര എടുക്കുക, തേൻ എടുക്കുക, അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഞാനിപ്പോൾ വളരെ ജെൻറ്റിലായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പതിയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരൊറ്റ ദിവസം ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ മിസ്സാക്കരുത്, ആഴ്ചയിൽ ഒരു ദിവസം ഉറപ്പായും ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒരുപാട് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഡാർക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. നല്ല രീതിയിൽ എൻ്റെ ലിപ്സിൽ ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്ത് മസാജ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. പക്ഷേ നന്നായിട്ടൊരു മസാജ് കൊടുക്കണം കേട്ടോ. 2 മിനിറ്റൊക്കെ നല്ലോണം മസാജ് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് നിങ്ങൾ തുടയ്ക്കാനായിട്ട് നിൽക്കേണ്ട, ഇത് കഴുകി കളഞ്ഞാൽ മതി. മഞ്ഞളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തേനൊക്കെ യൂസ് ചെയ്തതല്ലേ, തുടച്ച് കഴിയുമ്പോഴും തേനിൻ്റെ ആ മധുരമൊക്കെ നമ്മുടെ ലിപ്സിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് കഴിക്കരുത്. ഇത് ലിപ്സിൽ വെച്ച് മസാജ് ചെയ്യുക. കാര്യം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, തേൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് തോന്നും, നല്ല മധുരമായിരിക്കും. പക്ഷെ കഴിക്കരുത്. നമ്മളിത് ചുണ്ടിൽ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ വെറും 2 മിനിറ്റ് മാത്രമേ മസാജ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യരുത്. ഇനി 2 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ 1-1.5 മിനിറ്റോ ചെയ്താൽ മതി. ആ ടൈം ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ആ ഒരു സമയത്ത് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതാകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചുണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് അടിപൊളിയാകും എന്നാണ് കേട്ടിട്ടുള്ളത്. അത് തന്നെയാണ് സത്യം. നമ്മുടെ ചുണ്ടിന് ഹൈഡ്രേഷൻ ഇല്ലാതിരിക്കുമ്പം നമ്മൾ വെള്ളം കുടിക്കാത്തതിൻ്റെ ലക്ഷണവും, അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഡൈജഷൻ പ്രോപ്പർ ആവാത്തതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക. എന്നിട്ട് ഈ ഒരു സ്ക്രബ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചുണ്ടിൽ തൊലികളിങ്ങനെ ഇളകി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വലിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് താനെ അവിടെ ഇരുന്നോട്ടെ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നിങ്ങൾ ലിപ് ബാം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, അതായത് വാസലിൻ യൂസ് ചെയ്ത് ആ ഒരു ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി കൊടുക്കുക. ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വാസലിൻ അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ആക്കാം. വാസലിൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സമയം എന്താ വെച്ചാൽ, നമുക്ക് നന്നായിട്ട് ഹീലിംഗ് ആവശ്യമാണ്. നല്ല രീതിയിൽ ചുണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ വാസലിൻ യൂസ് ആക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി റെഗുലർ ബേസിൽ ലിപ് ബാംസ് കിട്ടുമല്ലോ, ലിപ് ബാംസ് യൂസ് ചെയ്യുക. ടിൻറ്റഡ് ആയിട്ടുള്ളത് വേണ്ടാന്നാണെങ്കിൽ വാസലിൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടിൻറ്റഡ് അല്ലാത്ത ലിപ് ബാംസ് അവൈലബിൾ അല്ലേ, അത് യൂസ് ആക്കാം. പിന്നെ എന്നിട്ട് ലിപ്സ്റ്റിക് ആയാലും ലിപ് ബാം ആയാലും തുടച്ചു മാറ്റുന്ന സമയത്ത് ഒരു പഞ്ഞി എടുത്ത് അത് നമ്മുടെ റോസ് വാട്ടറിൽ മുക്കിയിട്ട് വേണം തുടയ്ക്കാനായിട്ട്. ഇത് നിങ്ങൾ രാവിലെയും രാത്രിയും ഉറപ്പായിട്ടും ചെയ്തു നോക്കൂ. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമ്മൾ സ്ക്രബ് ചെയ്യുന്നുള്ളൂ, ബാക്കി ദിവസങ്ങളിൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ നിങ്ങൾ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും. കുറച്ച് നേരം കുളിക്കുന്നതിന് മുന്നേ വാസലിൻ പുരട്ടി വെക്കുക, എന്നിട്ട് കുളിക്കുക. എന്നിട്ട് ആ ഒരു വാസലിനെ ഇതുപോലെ പഞ്ഞി വെച്ച് തുടച്ച് മാറ്റിയതിനു ശേഷം ലിപ് ബാം അപ്ലൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 1 വീക്ക് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ചാപ്ഡ് ലിപ്സ് ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഒരു ലിപ് ബാം മാറ്റുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ റോസ് വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ പഞ്ഞിയും യൂസ് ചെയ്തിട്ട് വേണം തുടച്ച് മാറ്റാനായിട്ട്. എന്നിട്ട് നമുക്കിതുപോലെ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം ചാപ്ഡ് ലിപ്സ് ആണെങ്കിൽ അത് ഭയങ്കര ക്രാക്കായിട്ട് അറിയാനായിട്ട് പറ്റൂലേ, നമുക്ക് ആ ഒരു വരണ്ടിരിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. സോ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം അപ്ലൈ ചെയ്ത് കാണിക്കുന്നതാണ്. നല്ലൊരു ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒപ്പം ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ
ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ചുണ്ട് സൂപ്പറായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉറപ്പായും നല്ല ഭംഗിയുള്ള ലിപ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ റുട്ടീൻ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം.